അപ്പം ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുള്ളത് ബാംഗ്ലൂർ വൈറ്റ് ഫീൽഡിലുള്ള ഷെഫ് പിള്ളേൻ്റെ റെസ്റ്റോറൻറ്റിലാണ്. ഇത് തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നൊരു 3 വർഷമോ മറ്റോ ആയിട്ടുണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ദ ഫസ്റ്റ് റെസ്റ്റോറൻറ്റ് ഓഫ് ഷെഫ് പിള്ള ഇതായിരിക്കാനാണ് സാധ്യത. അപ്പം ഞങ്ങളവിടെ എത്തി. അത്യാവശ്യം ഒരു 60% ഒക്യുപ്പൻസി ഉണ്ടായിരുന്നു എന്ന് പറയാം. അവിടെ നിന്ന് ആ സംഭവത്തിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തത് പഴംപൊരി ചാട്ടും കൊല്ലം ഫ്രൈഡ് ചിക്കനാണ്. ആദ്യം തന്നെ ഈ പഴംപൊരി ചാട്ടാണ് ഞാൻ കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്യൂഷൻ ഐറ്റമാണ്. നമുക്കറിയാം, എനിക്ക് വലിയ പ്രതീക്ഷയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ എൻ്റെ പ്രതീക്ഷ ഒട്ടും തെറ്റിച്ചില്ല. അത് കൊള്ളില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ നോർമലായി കിട്ടുന്ന പോലെ സമൂസ ചാട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് നല്ലത്. ഇതെനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു ഭയങ്കര ഒരു പുളി എന്ന് പറഞ്ഞാൽ ഒരു സുഖമുള്ളൊരു കൈൻഡ് ഓഫ് പുളിയായിരുന്നില്ല. ഒരു കൈൻഡ് ഓഫ് സോസിൻ്റെ ഒരു ടേസ്റ്റ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ പഴംപൊരി മാത്രമായി തന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ ഈ ഒരു സംഭവം എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ മസാലാസ് ആയിക്കോട്ടെ, അതിൻ്റെ സ്പൈസസ് ഒക്കെ ആ ചിക്കനിൽ ഇറങ്ങിയിരിക്കുന്നതൊക്കെ നല്ല രസമുണ്ട്. പിന്നെ വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു കഴിച്ചതിൽ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 5 സാധനങ്ങളിൽ ഒന്നാണിത്. ഇത് എനിക്ക് വീണ്ടും ഒരിക്കലും കൂടി ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഓർഡർ ചെയ്യാൻ പോകുന്ന ഒരു ഐറ്റം ആയിരിക്കുന്നത് ഉറപ്പ് തന്നെയാണ്. പിന്നെ പൊരിച്ച ചിക്കൻ എന്തായാലും മോശമാക്കാൻ കുറച്ച് കഷ്ടപ്പാടായിരിക്കും. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഞാൻ പോയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നതാണ്. അതും നല്ല നീറ്റായിരുന്നു. അതിനുശേഷം ഞാൻ വെള്ളാപ്പവും പൊറാട്ടയാണ് പറഞ്ഞത്. അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ബീഫിൻ്റെ ഐറ്റം ഉണ്ടായിരുന്നു. ബീഫ് ഉലർത്ത് അല്ലെങ്കിൽ ബീഫ് ഫ്രൈ എന്നൊക്കെ പറയുന്ന കൈൻഡ് ഓഫ് ഐറ്റം. അത് എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി ഓഫ് ദ മീറ്റ്. അതിൻ്റെ കൂടെ തന്നെ അവരുടെ ഐക്കോണിക് ഐറ്റം സിയർ ഫിഷ് നിർവ്വാണയും പറഞ്ഞിട്ടുണ്ടായി ഫ്രണ്ട്സ്. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാലം നോക്കിയിരുന്നത്. പക്ഷേ എൻ്റെ മക്കളെ എന്താണ് പറയേണ്ടത്, എനിക്ക് ഒട്ടും അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. ജീവിതത്തിൽ ഒരു 2ാമത്തെ പ്രാവശ്യം എന്തായാലും കഴിക്കില്ല എന്ന് ഉറപ്പാണ്. ഈ ഒരു പ്രാവശ്യം തന്നെ എനിക്കത് മുഴുവൻ ഒരു സാറ്റിസ്ഫാക്ഷനോട് കൂടി കഴിച്ച് തീർക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഈ ഒരു ആ ബീഫ് പീസസ് എല്ലാം ഭയങ്കര ടെൻഡറും ജ്യൂസിയും ആയിരുന്നു. ആ മീറ്റിൻ്റെ ക്വാളിറ്റി പക്കയാണ്, പ്രിപ്പറേഷനൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഫ്ലേവർ വൈസ് നോക്കുകയാണെങ്കിൽ ഇതിനും ഫ്ലേവറുള്ള ബീഫ് ഫ്രൈയും അല്ലെങ്കിൽ ബീഫ് ഉലർത്ത ഡിഷസും ഒരുപാട് കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ പാരഗണൊക്കെ വെച്ചിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഫ്ലേവറിൻ്റെ അടുത്ത് ഇത് നിൽക്കില്ല എന്ന് പറയേണ്ടി വരും. പിന്നെ ഈ ഒരു സിയർ ഫിഷ് നിർവ്വാണം എന്ന് പറയുന്ന സംഭവം ഭയങ്കരമായിട്ട് ആ ഒരു കോക്കനട്ട് മിൽക്കിൻ്റെ അല്ലെങ്കിൽ കോക്കനട്ട് ക്രീമിൻ്റെ ഒരു അതിപ്രസരമായിട്ടാണ് എനിക്ക് തോന്നിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ബഡ്സിൽ ഫുഡ്സൊക്കെ എൻജോയ് ചെയ്ത് കഴിച്ചിട്ടുള്ള മെച്യൂർഡ് പാലറ്റുള്ള ഒരാൾക്ക് നമ്മുടെ ഫിഷ് കറി ഇത്രയും ലൈറ്റർ വേർഷനിൽ കഴിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല മലയാളികൾക്കും കേരളത്തിലുള്ള ആൾക്കാർക്കും ഡെയിലി കഴിക്കാനുള്ള ഒരു ആഗ്രഹം എത്രത്തോളം ഉണ്ടാവും എന്നുള്ള കാര്യം എനിക്കറിയില്ല. നിങ്ങളിത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് എന്തായിട്ടാണ് തോന്നുന്നത്? ഓവർ റേറ്റഡ് ആയിട്ടാണോ അല്ലെങ്കിൽ അടിപൊളിയാണോ? എന്താണ് നിങ്ങളുടെ ഒരു ഐറ്റം എന്താണ് തോന്നുന്നത്? അതുപോലെ തന്നെ ഈ ഒരു നൂൽ പൊറോട്ട കൊള്ളായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബാംഗ്ലൂർ പാരഗണിൽ കഴിച്ച നൂൽ പൊറോട്ട ഒട്ടും കൊള്ളില്ലായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം കഴിച്ച ഈ ഒരു ഉണ്ണിയപ്പം ഫലൂദ, അതും എൻ്റെ പ്രതീക്ഷ തീരെ തെറ്റിച്ചില്ല. അതും എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. വെറും സ്വീറ്റിൻ്റെ ഒരു സംഭവമാണ് വരുന്നത്. അതായത് ഇതുപോലെയുള്ളൊരു സ്പെഷ്യലൈസ്ഡ് ഒരു ഷെഫിൻ്റെയൊക്കെ ഒരു റെസ്റ്റോറൻറ്റിൽ തരാൻ പറ്റുന്ന ഒരു ഐറ്റം ആയിട്ടല്ല എനിക്ക് തോന്നുന്നത്. ഒരു നോർമൽ ഒരു ബേക്കറിയിലോ അല്ലെങ്കിൽ ഒരു സാധാ കടയിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ഡെസേർട്ട് ആയിട്ടാണ് തോന്നുന്നത്. പിന്നെ പായസത്തിൻ്റെ ഒന്നും ഓപ്ഷൻസ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ട് പായസം വെക്കുന്നില്ല എന്ന് എനിക്കറിയില്ല. പായസമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വല്ല പ്രഥമനോ അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു. കുറച്ചും കൂടി ഡെസേർട്ട് ഓപ്ഷൻസ് കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ഈ ഒരു സംഭവമൊക്കെ എനിക്ക് കഴിച്ചത് വരെ തീർത്തിട്ടില്ല. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു 30-40% ബാക്കിയായിരുന്നു. ഞങ്ങൾ 2ആളും കൂടി ഷെയർ ചെയ്തുകൊണ്ട് ഭാഗ്യം എന്ന് പറയാം. ഞാനും എൻ്റെ ബ്രദറും കൂടിയിട്ടാണ് പോയിട്ട് കഴിച്ചത്. ഓവറോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പോകേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എന്നെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസാണ് എനിക്ക് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. 100% ജെനുവിൻ റെസ്പോൺസാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളിവിടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇവിടുത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഫുഡ് ഇഷ്ടമാണോ എന്നുള്ളതൊക്കെ കമൻറ്റ് ഡൗൺ ചെയ്യൂ. വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ and bye bye.